നവോത്ഥാന മുന്നേറ്റത്തിലൂടെ കുഴിച്ചുമൂടിയ അനാചാരങ്ങളും ജാതീയ ഉച്ചനീചത്വങ്ങളും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചുവരുന്നുവെന്ന അപകടകരമായ സാഹചര്യമാണ് നിതിൻ രാജിന്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം സൂചിപ്പിക്കുന്നതെന്ന് ജനകീയ പ്രതിരോധ സമിതി ജില്ലാ രക്ഷാധികാരി മിനി കെ ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു. സഹപാഠിയുടെ മൃതദേഹത്തെ പിൻഗമിക്കാനോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനോ ഒരു വിദ്യാർത്ഥി പോലും തയ്യാറായില്ല എന്നത് വിദ്യാർത്ഥികൾ ഇന്ന് അകപ്പെട്ടിരിക്കുന്ന ഭയാനകമായ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ സംവിധാനത്തെ പൊളിച്ചടുക്കിയ ഭരണകർത്താക്കൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുവാനാവില്ലെന്നും അവർ പറഞ്ഞു. നിതിൻ രാജിന്റെ കൊലപാതകികളെ തുറങ്കിലടയ്ക്കുക, ക്യാമ്പസുകളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയാൻ കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രതിരോധ സമിതി മുണ്ടക്കയത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മിനി കെ ഫിലിപ്പ്. ഇത്തരമൊരു പ്രതിഷേധ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് അധ്യക്ഷൻ സൂചിപ്പിച്ചു. എനിക്ക് ആദ്യം തന്നെ ഈ യോഗം ശ്രവിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ കാഴ്ചക്കാരായി നിൽക്കേണ്ടുന്ന ഒരു സന്ദർഭമല്ല ഇത്. ഇതുവഴി കടന്നു പോകുന്ന വഴിയാത്രക്കാർ, ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ബസ് ജീവനക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം നിങ്ങൾ ഒന്നടങ്കം വന്ന് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഏപ്രിൽ 12-ാം തീയതിയാണ്, അതായത് ആദരണീയനായ ഡോക്ടർ BR അംബേദ്കറിന്റെ ജയന്തിക്ക് 2 ദിവസം മുമ്പ്, ഏപ്രിൽ 10-ാം തീയതിയാണ് നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു BDS വിദ്യാർത്ഥി, അദ്ദേഹം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്നു. കോളേജ് ക്യാമ്പസിൽ വൈകുന്നേരം ഏതാണ്ട് ഈ നേരത്തോടെ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ബെന്നി ദേവസ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജെ ജോൺ, സിജു കൈതമറ്റം, KK ജലാലുദ്ദീൻ, രാജീവ് പുഞ്ചവയൽ, CS പ്രമോദ്, VP കൊച്ചുമോൻ, മായാമോൾ KP, ഡോക്ടർ വിദ്യ R ശേഖർ, രാജു വട്ടപ്പാറ, ബൈജു PK തുടങ്ങിയവർ പ്രസംഗിച്ചു.